Praise the Lord. Amen. അനുഗ്രഹീതമായ രാത്രിയിലും ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. I thank the Lord for the opportunity God is preparing for us to worship Him tonight. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ ആരാധനയിൽ നാം അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. We have been experiencing the presence of the Holy Spirit here. ഇന്ന് രാത്രിയിൽ സിറ്റുവേഷൻസ് ചേഞ്ച് ആകും, അറ്റ്മോസ്ഫിയറുകൾ മാറും, വലിയ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കും. Tonight the atmosphere will change and all of us will experience great presence of God. വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവവചനത്തിന് മുമ്പിലായിരിക്കാം. Let us be seated in front of God's word with expectation tonight. രാത്രിയിൽ മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങളെ സൂക്ഷിക്കുവാൻ ഞാൻ താല്പര്യം. Matthew chapter number 11 beginning from verse 28 through 30. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുകവേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. Jesus said, "Come to me, all of you who are weary and carry heavy burdens. I will give you rest. Take my yoke upon you. Let me teach you, because I am humble and gentle at heart, and you will find rest for your souls. For my yoke is easy to bear, and the burden I give you is light." അനുഗ്രഹീതമായ 3 വാക്യങ്ങളാണ് നാം വായിച്ചത്. We have read 3 blessed verses. ഒന്നാമത്തെ വാക്യത്തിൽ ലോകചരിത്രത്തെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള മഹത്തായ ഒരു ആഹ്വാനമാണ്. അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലോട്ട്. The first verse is a great invitation asking people to come, all those who are weary and heavy laden. രണ്ടാമത്തെ വാക്യത്തിൽ ആഹ്വാനം ചെയ്യുന്ന ആള് തൻ്റെ നയം വ്യക്തമാക്കുകയാണ്, സ്വഭാവം രേഖപ്പെടുത്തുകയാണ്. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാണ്. In the second verse, he is expressing his own philosophy, his policies. He said, "I'm gentle, I'm humble and gentle at heart." മൂന്നാമത്തെ വാക്യം ആഹ്വാനം ചെയ്യപ്പെടുന്ന ആത്മീക അനുഭവത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. And the third part actually speaks about the spiritual responsibility you are to fulfill when you come. ഈ വാക്യങ്ങളുടെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തെ നിങ്ങൾ പഠിക്കണം. For us to understand these verses of scripture, you should understand or study the entire chapter. ഈ അധ്യായം മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകത്തെ പഠിക്കണം. To understand this chapter, you should understand this book. മത്തായി സുവിശേഷം എന്ന് മാത്രമല്ല, സുവിശേഷങ്ങളുടെ എല്ലാം പ്രമേയം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. Not only just the Gospel of Matthew, all the Gospels, the theme is actually Jesus Christ. യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150 സംഭവങ്ങളാണ് 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. In these 4 Gospels, the writers actually record over 150 big and small incidents, stories related to Jesus Christ. യേശുവിൻ്റെ ഉപമകൾ ഏകദേശം 42-43 എണ്ണം, യേശുവിൻ്റെ മരണം അടക്ക ഉയർപ്പുൾപ്പെടെ 40ഓളം അത്ഭുതങ്ങൾ, ഇങ്ങനെ 150 സംഭവങ്ങളാണ് 4 സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. And the 4 gospel writers actually explain to us 40 to 42 parables of Jesus, and then talks about the death, the resurrection and the other miracles Jesus performed. ഇവിടെ മത്തായി യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയാണ്, യേശു രാജാവാണ്. As Matthew writes the gospel, he speaks about Jesus as the king. രാജാവ് തൻ്റെ പ്രജകൾക്ക് നൽകുന്ന മഹത്തായ 5 വിളംബരങ്ങൾ, 5 പ്രഭാഷണങ്ങൾ, 5 പ്രസംഗങ്ങൾ, 5 പഠിപ്പീരുകൾ, ഇതാണ് മത്തായി സുവിശേഷത്തിന്റെ പ്രത്യേകത. Matthew, the specialty of Matthew is actually he speaks about 5 declarations that the king gives to the subjects. That is actually kind of the theme of book of Matthew. 5, 6, 7 അധ്യായത്തിൽ മത്തായി സുവിശേഷത്തിൽ യേശുവിന്റെ പർവ്വത പ്രസംഗം ഒന്നാമത്തെ പ്രസംഗമാണ്. And the first sermon recorded is actually Matthew chapter 5, 6.
and that is actually talking about that we call the Sermon on the Mount. 10-11 അധ്യായത്തിൽ ദൈവരാജ്യം സംബന്ധിച്ചുള്ള പ്രസംഗം രണ്ടാമത്തെ പ്രസംഗമാണ്. Chapters 10 and 11 actually is a second message that really speaks about the kingdom of God. 13-1 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ പടകിലിരുന്നു കൊണ്ടുള്ള പ്രഭാഷണം മൂന്നാമത്തെ പ്രസംഗമാണ്. From chapter number 13, Jesus sitting on the boat and he is actually giving his teaching. 18 അധ്യായം മാനസാന്തരം, അതാണ് നാലാമത്തെ പ്രസംഗം. The 18th chapter is the fourth message, that is the repentance. അഞ്ചാമത്തെ പ്രസംഗം 24-25 അധ്യായത്തിൽ മടങ്ങി വരവ്. Chapters 24-25, that's a fifth message series where Jesus speaking about his return. ഇങ്ങനെ മഹത്തായ 5 പ്രഭാഷണങ്ങൾ. So the 5 messages given. നമുക്കറിയാം പർവ്വത പ്രസംഗം 111 വാക്യങ്ങൾ അല്ലേ, എത്ര ആഴമുള്ള അർത്ഥമുള്ള ആത്മതലങ്ങൾ. The Sermon on the Mount, over 111 verses of scripture. It's very deep, rich in its content. 11-12 അധ്യായത്തിലൊക്കെ ആ 10-11 അധ്യായത്തിലൊക്കെ ദൈവരാജ്യം എന്ന വിഷയമാണ് യേശു തെളിയിക്കുന്നത്. Chapters 11 and 12, Jesus, or 10 and 11, Jesus speaks about, or is proving the kingdom, the subject of the kingdom of God. സാധാരണക്കാരിൽ സാധാരണക്കാരായ തൻ്റെ കേൾവിക്കാർക്ക് ദൈവരാജ്യം മനസ്സിലാകുവാനായിട്ട് യേശു കുറേ ഉപമകൾ, ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഹെവൻ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ 13 ഉപമകളാണ് യേശു കർത്താവ് ഓർപ്പിക്കുന്നത്. Since Jesus is speaking to very ordinary folks, for them to understand this concept of the kingdom, Jesus is actually using a lot of parables to convey this idea. 5 എണ്ണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. 5 of the parables are related to the agriculture. 4 എണ്ണം പൈസയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. The 4 has to do with money. 2 എണ്ണം വിരുന്നുമായി ബന്ധപ്പെട്ട് 2 പറയുന്നു. parables has to do with banquet. 1 മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് 1 has to do with fishing. മറ്റൊന്ന് ഭക്ഷണം പാകം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നു. The other one has to do with preparation of meal. അങ്ങനെ ദൈവരാജ്യം സംബന്ധിച്ച് 13ഓളം ഉപമകളെ ഉപയോഗിക്കുക. So Jesus speaking almost like 13 parables to convey the idea of kingdom. സാധാരണക്കാരിൽ സാധാരണക്കാരായ തൻ്റെ കേൾവിക്കാർക്ക് ഏകദേശം ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായി. So his ordinary listeners now have a better understanding about what the kingdom is about. അവരെ ക്ഷണിക്കുകയാണ്, എൻ്റെ നുകമേറ്റെടുത്തുകൊണ്ട് എൻ്റെ രാജ്യത്തിലേക്ക് വരിക. He is calling them to take the yoke upon yourself and follow me. യഥാർത്ഥത്തിൽ യേശുവിന്റെ ഉപദേശമാകുന്ന നുകം സ്വീകരിക്കുവാനാണ് യേശു കർത്താവ് വരെ ആഹ്വാനം In ചെയ്യുന്നത്. fact, Jesus is asking people to take this yoke, which is actually his teaching, upon themselves and follow. അപ്പൊ തന്നെ മനുഷ്യൻ ചുമക്കുന്ന 3-4 നുകങ്ങളെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. But at the same time, Bible speaks about some of the yokes, 2-3 yokes that we people carry. ഉപവാസ പ്രാർത്ഥനയുടെ ലക്ഷ്യം തന്നെ അതാണല്ലോ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. One of the purposes, of the main purpose of even fasting, is for us to spend time in the presence of God, recognize the bondages that we are in, and break that yoke with the anointing that God gives us. വളരെ പ്രധാനപ്പെട്ട 4 നുകങ്ങൾ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. Bible speaks about 4 different yokes. Bible speaks about. ഒന്ന്, പാപം ഒരു നുകമാണ്. First, sin is a yoke. 2, രോഗം മറ്റൊരു നുകമാണ്. Number 2, sickness is a yoke. 3, ആത്മിക ക്ഷീണാവസ്ഥ ഒരു നുകമാണ്. Spiritual weakness is a yoke. 4, excessive demands of religion, അന്യായമായ മതബന്ധനങ്ങൾ, ആവിചാരം, മന്ത്രവാദം തുടങ്ങിയ മതബന്ധനങ്ങൾ ഒരു നുകമാണ്. Excessive religious bondages can become another yoke. അങ്ങനെ പല നുകങ്ങളെ ബൈബിളിൽ പഠിക്കാൻ പറ്റും. So we read about or study about many different kinds of yokes in the Bible. ഇതിനകത്ത് ഏറ്റവും ഗൗരവമുള്ള ഒരു നുകമാണ് പാപം. And one of the most important, serious one is actually a yoke called sin. എന്താ പാപത്തിന്റെ പ്രത്യേകത? Why is it, what's special about this yoke? വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ് പാപത്തെക്കുറിച്ച് പറയുന്നത്. Lamentations chapter 1 and verse number 11. 14-ാം വാക്യത്തിൽ എൻ്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കയ്യാൽ പിണച്ചിരിക്കുന്നു, അവ എൻ്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു, അത് എൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു, എനിക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. He wove my sins into ropes.
to hitch me to a yoke of captivity. The Lord sapped my strength, turned me over to my enemies. I am helpless in their hands. അപ്പൊ ഇതെവിടാ കിടക്കുന്നേ? Now, where is this lying? കഴുത്തൽ. On your neck. അതുകൊണ്ടാ വചനം പറഞ്ഞ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാ. That's the reason Bible says that we were dead in sins and in our trespasses. പാവം ഒരു മനുഷ്യന്റെ കയ്യിലല്ല കിടക്കുന്നത്, നടുവിലല്ല കിടക്കുന്നത്, കാലിലല്ല കിടക്കുന്നത്, കഴുത്തല കിടക്കുന്നത്. You know, sin is not lying on your hand or on your shoulders or on your hip, but it's on your neck. ഈ കഴുത്തൽ ഒരു സാധനം കുരുങ്ങിയാൽ, Is something get trapped on your neck? എന്റെ കഴുത്തേ കിടക്കുന്ന ഈ ടൈ ഇതിനപ്പുറത്തോട്ട് ഇത് കുരുങ്ങിയ, The tie that I have, let's say if I tightens it, then what happens? ശ്വാസം മുട്ടും അല്ലേ? I'll be choked. നിങ്ങളെല്ലാം നേഴ്സസാ, നിങ്ങൾക്കറിയാം 1.5 കിലോയിൽ കൂടുതൽ ഭാരം ഒരു മനുഷ്യൻ്റെ കഴുത്തേ കയറിയാൽ 2 കാര്യം സംഭവിക്കും. 1, സ്പൈനൽ കോഡ് ജാം ആകും. 2, ശ്വാസം മുട്ടും. 2 സംഭവിച്ചാലും മരിക്കും. If weight excess to 1.5 kilos comes into our throat, it probably jam your spinal cord or you'll choke you. അപ്പം നൂറ്റാണ്ടുകളായി മനുഷ്യനെ കൊല്ലുന്ന ഒരു മുഖമാണ് പാപം. You know, sin is a yoke that has been killing people for generations. യഥാർത്ഥത്തിൽ പറഞ്ഞ പാപം എന്താ? Truly speaking, what is sin? യഥാർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? What is the meaning of sin? വാസപ്രാർത്ഥനയുടെ 12ാമത്തെ രാത്രിയിലാണ് പാപവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. You will think on this 12th day of the fasting, we are talking about sin. നിങ്ങൾക്ക് അറിയാവുന്ന എൻ്റെ ഒരു ധാരണ. I assume that you know it. ഒറ്റ വാക്കിലൊന്ന് പറയാം, പാപം എന്താണെന്നൊന്ന് പറയാം. What is sin? വേണ്ട, ഏതായാലും 9 മണിക്ക് യോഗം നിർത്തണമല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം. I myself will tell you. ഏതായാലും ഞാനിവിടെ വന്നിരിക്കുന്നത് പറയാനല്ലേ, ഇനി നിങ്ങൾ പറഞ്ഞില്ലേലും ഞാൻ പറയണ്ടായോ? Since I've come here to talk to you, I might as go ahead and say it. ഈ പാപം എന്താന്ന ചോദ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പലതും അറിയാമെന്ന് പറയുന്നത് വെറും മണ്ടത്തരാ. You know, the explanations, the answers that we give to the question, what is sin, is truly, it's not really right one. അറിയേണ്ടത് പലതും നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. The danger is actually we are not knowing things we ought to know. ഈ ഉൽപ്പത്തി പുസ്തകത്തില ശരിക്കും പാപം എന്താണെന്നതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നു. In the book of Genesis, you actually come to a conclusion as to what sin is all about. 3-ാം അധ്യായം 7-ാം വാക്യം, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു, അത്യേല കൂട്ടി തുന്നി അരയാടെ ഉണ്ടാക്കി. വെയിലറിയ സമയത്ത് യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്നു. ഒച്ചവര് കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ നടുവിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, ആദാമേ നീ എവിടെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ നഗ്നനാകൊണ്ട് ഒളിച്ചിരിക്കുന്നെന്ന് അവൻ പറഞ്ഞു. അപ്പം നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുപോയെന്ന് ദൈവം ചോദിച്ചു. അതിനവൻ നീ എൻ്റെ കൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട് നീ ചെയ്തത് എന്തേ എന്ന് ചോദിച്ചതിന് പാമ്പെന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയെന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് അതാ കൽപ്പിച്ചത്. അവിടെ ആ സത്യത്തിൽ പാപം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. In chapter 3, the verses that we have read, we actually get an idea about what sin is about. നിങ്ങൾ കേട്ടോ, ആ വാക്യം കേട്ടോ? Did you pay attention to that verse? ആദമിനോട് ചോദിച്ചത്. God asked Adam. ഹവ്വയോടോ? How about Eve? പറ. ചോദിച്ചത്. What was asked Eve? പാമ്പിനോട് കൽപ്പിച്ചത്. But to the serpent, God commanded. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, സിമ്പിളായിട്ട് ശ്രദ്ധിച്ചേ. ആദമിനോട് ചോദിച്ചത്. God asked Adam. ഹവ്വയോട് ചോദിച്ചത്. And God asked Eve. പാമ്പിനോട് കൽപ്പിച്ചു. And to the serpent he was told or commanded. ആരോടാ ചോദിക്കുന്നത്? Who is it talking to? അതാ മനുഷ്യനോട് മാത്രമേ ചോദിക്കാറുള്ളൂ. മനുഷ്യനോട് മാത്രമേ ചോദിക്കാറുള്ളെങ്കിൽ ബിലയാമിന്റെ കഴുതയൊന്നും അത്രയും കിടന്ന് വെപ്രാളപ്പെടേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. If you should ask only humans, then why you should bother asking the donkey of Balaam? അതിനെക്കാട്ടി രസം യോനെ വിഴുങ്ങിയ തിമിംഗലവാ.
But the most interesting thing is the whale that swallowed Jonah the prophet. ഈ അടുത്ത സമയത്ത് ഞാനൊരു പത്രവാർത്ത കണ്ടു. തിമിംഗലങ്ങൾ ഇങ്ങനെ ന്യൂസിലൻഡിൻ്റെ തീരത്തൂടെ പോയപ്പം വഴിതെറ്റിപ്പോയി. എനിക്കൊന്ന് ഗൂഗിൾ മാപ്പ് നോക്കി പോയായിരിക്കും, അല്ലെ പിന്നെ അങ്ങനെ വഴിതെറ്റേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വഴിതെറ്റി തീരത്തിയെന്ന് ഓക്സിജൻ കിട്ടാതെ ചത്തു. I was reading that the whales they actually lost their way. They went into shallow water and without oxygen they were actually trapped and died. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് എന്നത് യോനെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ അടുക്കലോട്ട്. And when I was reading that portion, that news, my mind went all of a sudden went into Jonah, the story of Jonah. ഞാൻ യോനെ വിഴുങ്ങിയ തിമിംഗലത്തോട് ചോദിച്ചു, നീ എന്തിനാ നിന്റെ ശ്വാസം പോലും അവഗണിച്ച് ഈ മനുഷ്യനെ കൊണ്ട് തീരത്ത് ഛർദ്ദിച്ചത്? നിനക്ക് അദ്ദേഹത്തെ നടുക്കടലിൽ അങ്ങ് ഛർദ്ദിച്ചാൽ പോരായിരുന്നു. So I wanted to ask this whale that swallowed Jonah, why did you go all the way to the shore, to the shallow area to vomit this man? You could have done it in the middle of the sea. അപ്പം തിമിംഗലം എന്നോട് പറഞ്ഞു, And the whale told me, എൻ്റെ പാസ്റ്റർ ഇവർ ബൈബിൾ കോളേജിൽ നീന്തൽ പഠിപ്പിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇനി നടുക്കടലിൽ ഛർദ്ദിച്ചിട്ടേച്ച് പുള്ളി ശ്വാസം മുട്ടിച്ചത്തെങ്കിൽ ദൈവം എന്നെ നീറ്റിൽ നിലയിലിരുത്തത്തില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടങ്ങ് തീരത്ത് തന്നെ ഛർദ്ദിച്ചത്. So the whale told me, I don't know if he was trained in swimming, whether he learned this in the Bible school or not. And if I vomit him in the middle of the sea, and if he drowns and dies, then God will hold me accountable. So I don't want to give account to God. So I did a safe job. അപ്പം മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ളതൊന്നും അല്ല വിഷയം. It doesn't matter whether it's a human or an animal. ഒരാളോട് ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. So if you have to ask somebody, then you should have entrusted them a responsibility beforehand. എനിക്ക് ഇവിടുത്തെ സ്ട്രാറ്റജി ഒന്നും അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങ് ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഈ ഹോള് തുറക്കാൻ ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച്, Just imagine that someone is entrusted to open this sanctuary. 6 മണിയാകുമ്പോൾ വന്ന് തുറക്കണം. He should come at 6 o'clock to open. പുള്ളി 8 മണിക്ക് വന്നാൽ നമ്മൾ ചിരിച്ചോണ്ട് നിൽക്കുവോ? What if he shows up only at 8 o'clock? Will you just look at the person and smile? ആണോ? ഇല്ല, ചോദിക്കും. We would ask. ചോദിക്കത്തില്ലേ? Won't you ask? ചോദിക്കും. Yes, we would. എന്നാ ചോദിക്കുന്നതിന്റെ കാര്യം? And what's the reason we ask? ഉത്തരവാദിത്തം ഏൽപ്പിച്ചോണ്ടാ ചോദിക്കുന്നത്. Because he was entrusted a responsibility. അപ്പൊ ആദമിനോട് ചോദിക്കാൻ കാര്യം? The reason for asking Adam? ഏദൻ തോട്ടത്തിൽ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. Because God had entrusted Adam a responsibility in the garden. ഹവ്വയോട് ചോദിക്കാൻ കാര്യം? The reason God asked Eve? ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. And responsibility was entrusted to her. പാമ്പിനോട് ചോദിക്കാൻ എന്റെ കാര്യം? The reason why nothing was asked to the serpent? പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടില്ല. No responsibility was given to him. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താ പാപം? So what is really sin? ഒറ്റ വാക്കി പറഞ്ഞാൽ One sentence. ഉത്തരവാദിത്വത്തിലെ പരാജയമാണ് പാപം. It's failure in keeping responsibility. the failure of commitments. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം പാപമായി മാറുന്നത് എപ്പോഴാ? So when does one thing becomes a sin? അതാ ഉത്തരവാദിത്തമായിട്ടുള്ള ബന്ധത്തില്ല. Because it is connected to responsibility. മക്കളെല്ലാം ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. All of you please pay attention. ഞാൻ ഇവിടെ ഒന്ന് വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുക. I'm preaching to you from here. ഞാൻ അങ്ങോട്ട് ഇറങ്ങി നിന്നേ. Let's say I go out. അതുപോലെ തന്നെ വേറൊരു മനുഷ്യനോട് നിൽക്കുന്നു. There's another person standing there. അയാൾ അവിടെ നിന്ന് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. A person standing there is smoking cigarette. തണുപ്പാ. It's cold. ഞാനും ഒരെണ്ണം മേടിച്ചു വലിച്ചു. I also got one and smoked. നിങ്ങൾ കണ്ടു. You saw it. അയാൾ സിഗരറ്റ് വലിച്ചു. He smoked cigarette. നിങ്ങളോ എന്നെ കണ്ടപ്പോൾ എന്നെ പറയും? When you see me, what would you say? അങ്ങനെ വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചേച്ച് ദേണ്ട് നിന്ന് You would പാപം say ചെയ്യുന്നു. this man after preaching to us, he is standing outside and he doing something he shouldn't be doing. He's committing sin. ഹലോ, നാട്ടുകാരൻ വലിച്ചപ്പോൾ സിഗരറ്റ്, ഞാൻ വലിച്ച നാട്ടുകാരൻ കണ്ട സിനിമ, നീ കണ്ട സ്തോത്രം. So listen here, if the other guy, the ungodly person does something, it's smoking something. If I do something, it's a mistake, it's a sin. Or if he watches, it's watching a movie. If I watch something that is unnecessary, it becomes sin. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പാപമായിട്ട് മാറുന്നത്
ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വവുമായുള്ള ബന്ധത്തിലാണ്. So when one thing becomes a sin, it is connected to the responsibility that is entrusted to us. നമ്മുടെ കർത്താവ് പാപം അറിഞ്ഞിട്ടും പാപം ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഭൂമിയിൽ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും പൂർത്തീകരിച്ച് അവിടുന്ന് പറഞ്ഞു, സകലവും നിവർത്തിയായി. The reason Jesus said that he knew no sin, though he was familiar with all those things, the reason is that Jesus completed, finished every responsibility that was entrusted to him. നാട്ടുകാർ വീട്ടിൽ വഴക്കുണ്ടാക്കിയ വഴക്ക്, Is somebody, a person who is an unbeliever fights at home, and we call it, it's just a fight in the house. നമ്മൾ ചെയ്താൽ If we do it, പാവം. it becomes sin. അമ്മായിമ്മ മരുമോളും തമ്മിൽ മിണ്ടാതിരുന്ന നാത്തൂമ്പോ അമ്മായിമ്മപ്പോരും നാട്ടുകാർ ചെയ്താ നമ്മൾ ചെയ്താ. Let's say if the mother-in-law and the daughter-in-law have some kind of an issue, feud going on, we simply call it a feud in the house. But if we, the believers, do it, it becomes sin. ഈ ആ വാക്ക് ഹട്ട എന്ന വാക്ക്, ആ വാക്കിൻ്റെ അർത്ഥം മിസ്സിങ് ദ മാർക്ക്, വരതെറ്റുക എന്ന വാക്കിൻ്റെ അർത്ഥം. The word ഹമാസിയ, അതന്നെ. The word hamartia really means missing the mark. യെസ്, നമ്മൾ പണ്ട് നാട്ടിലൊരു കളിയുണ്ട്, അത് കിളിത്തട്ടെന്ന് പറയുന്നൊരു കളി. കണ്ടിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ടോ? വരതെറ്റിയ പിന്നെ ഫൗളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പാപമായി മാറുന്നത് ഉത്തരവാദിത്വവുമായുള്ള ബന്ധത്തിലാണ്. So when one thing becomes sinful is when we fail to keep our responsibility. പാപത്തെ ബലഹീനതയാക്കരുത്, പാപത്തെ പാപമായി കാണണം. Do not call sin a weakness, call sin a sin. പാപത്തെ ബലഹീനതയായി കണ്ടാൽ അതും നമ്മുടെ കഴുത്തെ കുരുങ്ങും, അതും നമ്മുടെ ശ്വാസം മുട്ടിക്കും, നമ്മളെ ഇല്ലാതാക്കും. അതേസമയം തന്നെ പാപത്തെ പാപമായി കണ്ടാൽ ജയിക്കാനുള്ള ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകരും. പാപത്തിൻ്റെ ശക്തിയെ ജയിക്കുന്ന ഒരഭിഷേകത്തിൻ്റെ അധികാരത്തെ ദൈവം നമ്മുടെ മേൽ പകരും. When you call sin a weakness, what happened? It coils around your neck and will choke you one day. But when you call it sin, when you call sin a sin, and I tell you, it gives you the ability to overcome it. പാപം ഒരു നുകമാണ്. You know, sin is a yoke. അതുപോലെ മറ്റൊരു നുകമുണ്ട്. There's another yoke. അത് രോഗമാണ്. That is sickness. ലൂക്കോസ് 13:16. Luke 13 and verse number 16. യേശു പറയാ, സാത്താൻ 18 കൊല്ലമായി ബന്ധിച്ചിരുന്ന ഈ അബ്രഹാമിന്റെ മകളെ ശബത്തുനാളിൽ ഞാൻ ബന്ധനം അഴിച്ചു വിടണ്ടായോ? Jesus says, this dear woman, a daughter of Abraham, has been held in bondage by Satan for 18 years. Isn't it right that she be released even on Sabbath? എല്ലാ രോഗവും രോഗമാണെന്ന് ഞാൻ പറയത്തില്ല, എല്ലാ രോഗവും ബന്ധനമാണെന്ന് ഞാൻ പറയത്തില്ല. I'm not saying that every sin is a bondage. രോഗമാണെങ്കിൽ വൈദ്യന്മാർക്ക് മനസ്സിലാകും. If it is sickness, the doctor should be able to recognize it. രോഗമാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാറും. If it is sickness, then you take medicine, you will heal. രോഗമാണെങ്കിൽ സ്കാനിങ് വെളിപ്പെടും. If it is sickness, the scanning will reveal it. ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങളുടെ ശരീരത്തെ ഒരുമാതിരി പന്തുരുട്ടുന്നത് പോലെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗബന്ധനത്തിൻ്റെ കെട്ടുകൾ ഇന്ന് രാത്രിയുള്ള യോഗത്തിൽ സ്വർഗത്തിലെ ദൈവം അഴിച്ചു കളയുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് ആമേൻ പറഞ്ഞ് വിശ്വാസം പ്രഖ്യാപിക്കാൻ എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാകും? See, even after seeking all the medical attention, medical treatment, having done all that you could, still it persists. And if I were to say that is some kind of a bondage and God can release you from that, how many of you will join with me and say amen to that? ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ദൈവമക്കൾ ഒരിക്കലും ബന്ധിക്കപ്പെട്ടവരായിരിക്കുന്നത് കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ചില രോഗബന്ധനങ്ങളുടെ നുകത്തെ ഇന്ന് രാത്രി സ്വർഗം അഴിച്ചു മാറ്റുന്നത് വിശ്വസിക്കുന്നവർ ചേർന്ന് നാമേൻ പറഞ്ഞാട്ട്. Let me tell you something. Our Lord does not like you or anybody to be in bondage. And God wants to set us free tonight from our bondage. പാപം ഒരു നുകമാണ്. Sin is a bondage. രോഗം ഒരു നുകമാണ്. Sickness is a bondage, or it's a yoke. അതുപോലെ തന്നെ മതനിയമങ്ങൾ ഒരു നുകമാണ്. And excessive religious rules can become a yoke. മത്തായി 23:4 അപ്പോസ്തല പ്രവൃത്തി 15:10 യേശുവും അപ്പോസ്തലന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. And Jesus speaks of that in
in Matthew chapter 4 verse 23 and also in the book of Acts. Matthew chapter 23 verses 4. മത്തായി 23 They crush people with unbearable religious demands and never lift a finger to ease the burden. അവർ കനമുള്ള ചുമടെടുത്ത് മനുഷ്യന്റെ തോളെ വെക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. Says that they put on people unbearable religious demands, burdens, and never lift a finger to ease their burden. അപ്പോസ്തല 15:10 നാമും നമ്മുടെ പിതാക്കന്മാരും ചുമന്നിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ മേൽ വെച്ച് കെട്ടുവാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? Acts chapter 15 and verse number 10. So why are you now challenging God by burdening the Gentile believers with a yoke that neither we nor our ancestors were able to bear? എന്താ വിഷയം? പരിച്ഛേദന സമ്മതിക്കുന്ന വിഷയം, യഹൂദന്മാരല്ലാത്തവരെ പരിച്ഛേദന കഴിപ്പിക്കണമെന്ന വിഷയത്തിൽ തർക്കമുണ്ടാകുമ്പോൾ പത്രോസ് പറയാ, നമ്മളും നമ്മുടെ പിതാക്കന്മാരും നേരെ ചൊവ്വ ചെയ്തിട്ടില്ല, പിന്നെന്തിനാ നിങ്ങളിപ്പോ ഈ മനുഷ്യരെ പരീക്ഷിക്കുന്നത്? There was a dispute about the circumcision, and there was among the believers, and some said they should be circumcised, some others say no. And then Peter is actually telling, why are you burdening the people with this? Paul is saying, why are you burdening people with this? എന്താ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം എന്നറിയാം? ഏത് കാലത്തും മതങ്ങൾ മനുഷ്യന്റെ മേൽ നുകം വെക്കും. In every age, religion actually puts a yoke upon the people's shoulders. ഇച്ചിലൂടെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞാൽ, ആ വിചാരത്തിന്റെ കൂട്ടുപിടിച്ച് മന്ത്രവാദത്തിന്റെ കൂട്ടുപിടിച്ച് മന്ത്രവാദിയുടെ കൂട്ടുപിടിച്ച് നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും വെച്ചിരിക്കുന്ന നുകത്തെ ദൈവം തകർക്കും. Let me say in simple terms that there are some of these religions in joining with the sorcery and magicians have put burdens and yoke upon you, and I believe that can be broken. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. I remember an incident. ഞാനും പ്രിൻസ് പാസ്റ്ററും കൂടെ 2004 ബോംബെയിൽ ഒരു കൺവെൻഷനിൽ പോയി പ്രസംഗിച്ചു. 2004, me and Pastor Prince, we went to Bombay for a ministry. ഒരു യോഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു. After one meeting, we came back to Kerala. ഒരു സ്ത്രീ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു. A woman called on my phone. ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. Asked me if I would pray. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവനോട് പറഞ്ഞു, പേപ്പർ ഞണ്ണഞ്ഞുണ്ണം വലിച്ചെറിഞ്ഞിരിക്കുന്നത് പോലെ കുടുംബജീവിതം തകർക്കപ്പെട്ടിരിക്കുക, ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. So when she was speaking to me on the phone, the Holy Spirit told me, this woman is going through a very serious marital problem. A relationship has been shred into pieces and she is getting ready to commit suicide. ഞാനിത് പറഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? When I asked her, she asked me, how did you know about it? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായതല്ല, ദൈവാത്മാവ് പറഞ്ഞതാ. ഇവരുടെ അവസ്ഥ സോഫ്റ്റ്വെയറിൽ എംടെക് കഴിഞ്ഞേച്ച് അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ മാനേജരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. This woman actually was a manager of a software company. And she asked me, how did you know? I said, it's the Holy Spirit revealed the secret to me. ഭർത്താവ് ഒരു വലിയ ബിസിനസ്സുകാരനാണ്. Husband is a big businessman. ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യൻ. He's a good person. പക്ഷേ 6 മാസം മുമ്പ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് അയാൾ വന്നു. 6 months ago, this man came into a partnership business. അന്ന് മുതൽ ഇയാൾ തികഞ്ഞ മദ്യപാനിയായി മാറി. Since that day, he turned out to be a drunkard. അന്ന് മുതൽ ഇയാൾ ഒരു ദുർമാർഗിയായിട്ട് ജീവിക്കാൻ തുടങ്ങി. And he has been living in bad ways since then. തനിക്കും തന്റെ കുഞ്ഞുങ്ങൾക്ക് ഇയാൾ നിമിത്തം വലിയ രോഗം ഉണ്ടാകുമെന്നുള്ള ചിന്തയിൽ ഈ സ്ത്രീ ഡിപ്രഷനിലേക്ക് വന്നു. And she thought because of his drinking, her and the children probably would experience some kind of a sickness. So she fell into big depression. അങ്ങനെ മരിക്കാനായിട്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്കാണ് ഞങ്ങളുടെ കൺവെൻഷന്റെ ഒരു പോസ്റ്റ് അവർ കണ്ടത്. And when she got some medicine to take this pill and die, and she saw the poster of our convention. ആ ഫോട്ടോ കണ്ടപ്പോൾ അവരോട് ആരോ പറഞ്ഞു, അന്തരാത്മാവി പറഞ്ഞു, ഇവരെ വിളിക്കണം. And she felt deep in her heart to call these people and to pray. അവരെ ഓട്ടോയിൽ ഇറങ്ങി പ്രസുകാരുടെ നമ്പർ മേടിച്ച് പ്രസുകാരുടെ നമ്പറിൽ നിന്ന് മീറ്റിംഗ് നടത്തിയവർ അങ്ങനെയൊക്കെ എന്നെ വിളിച്ചതാ. And they somehow got the number of the press, the phone number of the press, and somehow they were able to trace us and got the number, and that's how she called. 2.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു. 2.5 hours I talked to her. 5 പ്രാവശ്യം ഫോൺ കട്ടായി. 5 times the telephone got cut. ഈ സ്ത്രീ 2.5 മണിക്കൂറിൽ ഒറ്റ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, മരിക്കണം. And this 2.5 hours of conversation, only one thing she kept on saying, I want to die, I want to commit suicide, I want to die. എന്താണെങ്കിലും ഒരു കാര്യം സംഭവിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വിഷക്കുപ്പിക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ലേ?
And I asked the woman, the poison that you have in your hand, does it have an expiry date? 6 മാസം കഴിഞ്ഞൊരു ഡേറ്റ് അവരെന്നോട് പറഞ്ഞു. She told me about a 6-month expiry date. ഞാൻ പറഞ്ഞു 6 മാസം ഞങ്ങൾക്കൊന്ന് സമയം താ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്നൊക്കെ I പറഞ്ഞു. said, give us 6 months time and we will pray, God will deal with you. 6 മാസം ഒന്നും എടുത്തില്ല കേട്ടോ. Did not take 6 months. 2 മാസം കൊണ്ട് അവര് ഞങ്ങളുടെ വീട്ടിൽ വന്നു, ചർച്ചിൽ വന്നു. ഈ മനുഷ്യന്റെ അകത്ത് കിടന്ന കൈവശ ഛർദ്ദിച്ചു പോയി, ഈ സ്ത്രീയുടെ മേലുണ്ടായിരുന്ന ഭൂതം അഴിഞ്ഞു പോയി. ഇന്ന് അവരൊരു 250 പേര് കൂടുന്ന സഭയ്ക്ക് കാരണക്കാരായി ബോംബെയിൽ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. Amen. In 2 months time, God dealt with her and she came to us, to our place, to our worship service. And what was inside of her, she vomited those things. She was released from the oppression of the enemy and from depression. Husband was set free from all the bondages. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പങ്ക് ബിസിനസ്സിൽ ഏർപ്പെട്ട 1ാമത്തെ ദിവസം ഒരു കുടുംബം ബന്ധിക്കപ്പെട്ടതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. I'm talking to you about when this family entered into a partnership, that the very first day of the partnership, she came under a bondage. പാപം ബന്ധിച്ച, രോഗം ബന്ധിച്ച, അന്ധകാരം ബന്ധിച്ച ചിലതിനെ ഇന്ന് രാത്രി സ്വർഗ്ഗം അഴിച്ചു വിടുന്നത് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്? How many of you believe tonight that those who are bound by sin, by darkness, by oppression, the Spirit of God can release even today? കർത്താവ് വിളിക്കുക, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കലോട്ട് വാ. The Lord Jesus is calling all those who are burdened, you come to me. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. I will give you rest. I will comfort you. ഞാൻ ആരാണ്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. Jesus said, I am humble and gentle. ഞാൻ തീവ്രവാദിയല്ല, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. I'm gentle. I'm very humble. എന്താ എൻ്റെ നുകത്തിന്റെ പ്രത്യേകത? What is special about my yoke? എൻ്റെ നുകം മൃദുവും, My yoke is easy. എൻ്റെ ചുമട് ലഘുവും. My burden is light. അത് ഇച്ചിരി കട്ടിയുള്ളൊരു വാക്കാണ്. It's kind of a little difficult to comprehend. എൻ്റെ കയ്യിലൊരു പഴയ മലയാളം ബൈബിൾ ഇരിപ്പുണ്ട്. I have an old Malayalam Bible in my possession. അത് ഈ കണിയാമ്പറമ്പിലെ അച്ഛൻ്റെ ബൈബിളാണ്. It is the version of Kaniyam Parambil Achan. ആ ബൈബിൾ പഴയ യാക്കോബക്കാരുടെ എല്ലാം വീട്ടിലുള്ള ബൈബിളാണ്. Yeah, a lot of the old Orthodox people, they possess that Bible. ആ ബൈബിളിനകത്ത് ഈ മത്തായി 11:30 എങ്ങനെ എഴുതിയിരിക്കുന്നു അറിയാവോ? This Matthew 11:30, how is given the rendering there in that Bible? എൻ്റെ നുകം സുഖകരവും എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാകുന്നു. Is that my yoke is comfortable and my burden is less heavy. ലൈറ്റ് വെയിറ്റ്, Lightweight. കർത്താവ് പറ, എൻ്റെ നുകത്തിന് എന്തോ ഇല്ല, ഭാരമില്ല. The Lord is telling my yoke is lightweight. It doesn't have that burden. ഈ കാലത്തെ മനുഷ്യരെല്ലാം ഇഷ്ടപ്പെടുന്നത് എന്താ? ലൈറ്റ് വെയിറ്റ് അല്ലേ? People today, we like lightweight things. ലൈറ്റ് വെയിറ്റ് ഡ്രസ്സ്, ലൈറ്റ് വെയിറ്റ് ഫുഡ്, ലൈറ്റ് വെയിറ്റ് മൊബൈൽ. ഇനി അച്ഛനോട് ചോദിച്ചു വൈകിട്ട് എന്താ കഴിച്ചെന്ന്, അച്ഛൻ പറയും ലൈറ്റായിട്ട് 5 പൊറോട്ട. അതാ എല്ലാം ലൈറ്റാ. Everything is light, whether it's food, a telephone, or anything else. Or even somebody asks you about what kind of food you had, they would say, I had just a light dinner, just 5 parotas. കർത്താവും പറയാ, എൻ്റെ നുകത്തിന് എന്തോ ഇല്ല, ഭാരം. The Lord is saying, my yoke is light. ഏതാ ഈ ഭാരമില്ലാത്ത കർത്താവിൻ്റെ നുകം? Which is this yoke that is light? 1 യോഹന്നാൻ 5:3 ഒന്ന് വായിച്ചേ. 1 John chapter 5 and verse number 3. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. Loving God means keeping His commandments, and His commandments are not burdensome. അവൻ്റെ കൽപ്പനകളാണ് നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നത്. Lord has put upon us His commandments. എന്താ അവൻ്റെ കൽപ്പനകൾ? What are His commandments? 5:1. Chapter number 5 and verse 1. ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്നതിനാൽ അറിയാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല.
Everyone who believes that Jesus is the Christ has become a child of God, and everyone who loves the Father loves his children too. We know that we love God's children if we love God and obey his commandments. Loving God means keeping his commandments, and his commandments are not burdensome. അപ്പൊ ന്യായപ്രമാണത്തിലെ എല്ലാ നിയമവും, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ 10 കൽപ്പന ഉൾപ്പെടെ 613 നിയമമാണ് ന്യായപ്രമാണത്തിലുള്ളത്. You know, in the book of law we have 613 commandments or laws, including the 10 commandments. ധാർമ്മിക നിയമങ്ങളുണ്ട്, സാമൂഹിക നിയമങ്ങളുണ്ട്, ആരാധനാ നിയമങ്ങളുണ്ട്. There are morals and there are also social laws. There are also ceremonial laws. ഇതെല്ലാം കൂടെ കർത്താവ് അങ്ങ് ഇങ്ങനെ ഒതുക്കി രണ്ട് കാര്യത്തിൽ കൊണ്ട് Jesus compressed all these 613 laws together and made it into 2 laws. എന്തൊക്കെയാ അത്? What are the 2? ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. Number 1, love God. 2, Number 2, മനുഷ്യനെ സ്നേഹിക്കുക. love humans, love others. എങ്ങനെ സ്നേഹിക്കണം? How to love? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ Love the Lord with all your heart. അപ്പോൾ ആരാധനയൊക്കെ എന്തിൽ നിന്നാകണം? So worship should come from where? From what? പറ. Come on, tell. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ മോനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ യവൻ നിന്തപ്പം മുതൽ എന്ത് തുള്ളിയാ ദൈവത്തെ ആരാധിച്ചത്. I was just thinking about talking about Stephen as he was jumping, as he was worshiping God. കാലെ സ്പ്രിങ് വെച്ചോണ്ടാണോ? I think he's got spring on his heel. അല്ല, സ്നേഹ കേട്ടോ. It's a love. കർത്താവിനോടുള്ള സ്നേഹം. It is love towards Jesus. സ്നേഹത്തിൽ നിന്ന് വേണം ആരാധിക്കാൻ. Our worship should come from our love for the Lord. ഈ ചിലർക്ക് ആരാധന വരണം, പേടി വരണം. For some people to worship to come, they should fall in fear. ഈ സത്യത്തിൽ മതങ്ങളെല്ലാം മനുഷ്യനെ പേടിപ്പിക്കുക ചെയ്യും. See, truly speaking, every religion actually terrorizes people. അതുകൊണ്ട് കാർൽ മാർക്സ് പറഞ്ഞ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാന്ന് പറഞ്ഞത്. And that's the reason Karl Marx said it's opium that റിലിജൻ. Yeah, the religion is like opium. എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അതിന്റെ അടിമകളാകുന്നത് ഭയന്നാ. You know, people who take the drugs, illicit drugs, they become slave to it because of the fear. എൻ്റെ സ്നേഹിതൻ്റെ മോന് അമേരിക്ക പഠിക്കാൻ വന്ന് ഇവിടെ വെച്ച് മയക്കുമരുന്നിന് അടിമപ്പെട്ടു. One of my friends' son came to the United States to study. In the US, he became a slave to drugs. ഞാൻ എൻ്റെ വീട്ടിൽ അവനെ 4 മാസം കൊണ്ട് നിർത്തി ഒരു പരുവത്തിൽ രക്ഷപ്പെടുത്തി. I took him home, made him stay with me for 4 months, and somehow he got better. ഞാൻ ചോദിച്ചേട്ടാ, നീ എങ്ങനെയാടാ ഇതിനകത്ത് അകപ്പെട്ട? How did you end up in this? ഞാൻ ചുമ്മാ ഒന്ന് എന്തോ വന്നറിയാനായിട്ട് നോക്കിയതാ. He said, I just simply wanted to try it out. കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇച്ചിരി ഭയങ്കര ബുദ്ധി കിട്ടുമെന്ന് പറഞ്ഞു. ചുമ്മാ എന്താണെന്ന് ട്രൈ ചെയ്തു. My friends told me if I try this I'll become very intelligent, so I tried it. ഉപയോഗിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ ഉപയോഗിച്ച സാധനം നാളെ ഉപയോഗിച്ചില്ല, നീ തളർന്നു പോകുമെന്ന് എന്നെ പേടിപ്പിച്ച് ഞാൻ ഉപയോഗിച്ചതാ. And they told me whatever you tried yesterday, if you don't use it today, you probably will be paralyzed. അങ്ങനെ പേടിച്ച് ഉപയോഗിച്ച് ഞാൻ അതിന്റെ അടിമയായി മാറി. And then, you know, because of fear I started using again and again, and I became an addict. ഈ മതങ്ങൾ സത്യത്തിൽ പേടിപ്പിക്കല്ലേ ചെയ്യുന്നത്? Truly speaking, religion is actually terrorizing people, scaring people. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ കൂട്ട് ക്ലീൻ ഷേവിങ് ചെയ്ത് വെള്ള ഷർട്ട് വിട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന ഏതേലും ആരാധനാമൂർത്തി ഏതേലും മതത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? I'm just asking you, look at any other popular religion and look at the deities. Do you see them like me, maybe dressed in white with clean shave, combed well? ഒന്നുകിൽ കഴുത്തെ പാമ്പ്, അല്ലെ കൈ കുന്തം, അല്ലെ ഒരു വെട്ടുകത്തിയേലും കൈ പിടിക്കാത്ത ആരുമില്ല. Every one of the disease, either they or the deities, either they have a serpent coiling around their neck, or they have a spear in their hand, a sword in their hand, something, at least a sickle in their hand. ഈ രൂപത്തെ കാണുമ്പോൾ മനുഷ്യൻ കൈകൂപ്പുന്നതിൻ്റെ കാര്യം എൻ്റെ പൊന്നച്ച എന്നെ ഉപദ്രവിക്കരുതേ എന്നുള്ള ആത്മാർത്ഥമായ ആ ഒരു ഭയം കൊണ്ട്. One of the reasons why people worship these figures is because out of fear they say, don't mess with me, leave me alone. ചിലടത്ത് പെന്തിക്കോസുകാർ പോലും ആരാധിക്കണ ഭയം വേണം. In some places, if Pentecostals were to worship, fear is really required. ഇപ്പം അനങ്ങാതിരിക്കുന്നവരൊക്കെ അനങ്ങാൻ ഇതിനകത്ത് ഒരാൾക്കൊന്ന് ഒരു ഭൂതം വളകട്ടെ, അന്നേരം എല്ലാവരും ദൈവത്തെ ആരാധിക്കുക.
Let's say if there's an evil spirit manifest in this place, all those of you who are not moving at all, I see you guys moving in this place, running around. അനങ്ങാതിരിക്കുന്നോണ്ട് ഭൂതമില്ലെന്നൊന്നും വിചാരിക്കരുത്. Just because you guys are silent, that does not mean there's no demon sitting here. ഇളകുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. Only thing it's not coming out. ഞാനും പ്രാർത്ഥിച്ച് കർത്താവേ ഇളകരുത് എന്ന് പ്രാർത്ഥിച്ചാ ഞാൻ ഇവിടെ നിൽക്കും. I also prayed, Lord, don't allow them to manifest tonight. ശരിക്കും ഇളകുന്ന സമയങ്ങളൊക്കെ ഇല്ലേ? You know, just think about the times when they really manifest. ഈ യോഗം ഒരു 9:45 വരെ പോയാൽ ചെറുക്ക് അങ്ങോട്ട് ഇളകത്തില്ലേ? Let's say if this continues till 9:45, some people start experiencing it. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ചിട്ടയ്ക്കനുസരിച്ചുള്ള കൂട്ടാനും ആഹാരവും അല്ലെങ്കിൽ ചില പിള്ളേരൊക്കെ തുള്ളുന്ന തുള്ളു കണ്ടിട്ടില്ലേ? And when you go home and they don't have, mother did not make the food according to your liking, so just watch the young people, you know, the emotions they exhibit. ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛാ, സിമ്പിളായിട്ട് അങ്ങ് പറയാം, ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ. ഞങ്ങളുടെ ചർച്ചിൽ പണ്ടൊരു ആരാധനയുടെ നടുവിൽ ഭൂതമുള്ളത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. I remember, simply speaking, in my old church, in the midst of a worship service, there was an evil spirit manifest. സഭായോഗത്തിന്റെ നടുവില, in middle of the worship service. സങ്കീർത്തനം വായിച്ച എഴുന്നേറ്റ് നിന്ന് പാടുന്ന ആ പാട്ടില്ലേ? You remember after the psalm reading, people all get up and then read, sing a song. ഒരു 11:15 ആയപ്പോഴാ, 10 മണിക്ക് തുടങ്ങിയ സഭായോഗം. Around 11:15 a.m. അപ്പോൾ ഒരാൾക്ക് ഭൂതം ഇളകി. And one person actually was, exhibiting the evil spirit. ഈ പഴയ പെന്തിക്കോസ്തുകാരോട് ചോദിച്ചാൽ അവർക്കറിയാം ഭൂതം ഇളകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? Ask the old Pentecostals here, when somebody manifests, what's the normal reaction? കൃപയുള്ള ഒരു 5-6 പേര് ഈ ഭൂതത്തിന്റെ ചുറ്റി നിന്ന് ആരാധിക്കും. പിന്നെ പേപ്പർ കണ്ട് എല്ലാം ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര ചിത്രകാരന്മാരല്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ എല്ലാം തുടയിലോട്ട് തോണ്ടി വെച്ച് പറയും, പറയടാ രക്തം ചെയ്യാൻ പറയാൻ പറയേ. So what happens is actually few people with some spiritual gifts or grace, some elders, they kind of surround these people and they worship, and they tell all others, including you guys who are drawing pictures right now, tell you guys, come on, get up, leave that behind, start saying blood of Jesus, blood of Jesus. ഭൂതം ഇളകാത്തോണ്ട് അവർ ചിത്രം വരയ്ക്കുന്നത്, അതുകൊണ്ട് ഞാനും ഒന്നും പറയാത്തത്. എന്താന്നേലും ഇങ്ങനെ ഞങ്ങളുടെ എല്ലാം തൊടെ തോണ്ടി പറഞ്ഞു, രക്തം ചെയ്യാൻ പറയാൻ പറഞ്ഞു, ഇവരിങ്ങനെ ആരാധിക്കുക. So they kind of touched us and said, come on, say the blood of Jesus. ഈ ആരാധിക്കുന്നവർക്കെല്ലാം ഒരു ചിന്ത, ഇപ്പൊ ഈ ഭൂതം പോകുന്ന. So all those people who are worshiping, they have this thought, understanding that this demon is going to immediately leave. ഞങ്ങളുടെ ഒരു ഉണ്ണിച്ചാനുണ്ടായിരുന്നു, വരൂരെ ഉണ്ണിച്ചാൻ, നല്ല മനുഷ്യനാ. ഉണ്ണിച്ചാൻ അവിടുത്തെ ഒരു മൂപ്പനൂടാ. And there's one person by the name Unnichan, and he's also elder in the church. പുള്ളിക്കാരൻ ആരാധനയ്ക്ക് ഇവരെല്ലാം ഉത്സാഹിപ്പിക്കും. And he was kind of encouraging other people to worship. ഈ ആരാധിക്കുന്നവരുടെ എല്ലാം ഒരു ചിന്ത, ഇപ്പം ഭൂതം പോവുന്ന. So all those people who are shouting, praising, they think the demon is just going to simply leave right now. ഭൂതത്തിന് ശക്തി കൂടുകയും ആരാധിക്കുന്നവർ തളരുകയും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. So what happened? The demon getting stronger and the worshippers going down. 11:30 11:45 12 12:15. It's just the time just went. It's almost like 12:45 now. ഈ സമയത്ത് ഉണ്ണിച്ചാൻ പലപ്പോഴും പോയി വെള്ളം കുടിച്ചു, തിരിച്ചു വന്നു, ആരാധിച്ചു, പിന്നെയും പോയി വെള്ളം കുടിച്ചു, പിന്നെയും തിരിച്ചു വന്നു. So this elder went and got something to drink, came back, went again to drink, and he came back and worshipping. 12:15 ഉണ്ണിച്ചാന് മനസ്സിലായി, ഈ ഭൂതം ഇന്നോട്ട് പോത്തുമില്ല, ഈ ആരാധനയോട്ട് 1 മണിക്ക് തീരത്തുമില്ല. So now he realized that this demon is not going to go. The time is running out. We won't be able to close the meeting at 1 o'clock. ഇതെല്ലാം കൂടെ ചിന്തിച്ചപ്പോൾ ഉണ്ണിച്ചാൻ ഭൂതത്തെക്കാട്ടിലങ്ങ് ഇളകി. Now he became so angry. He became so stirred up. എന്നിട്ട് ആരാധിക്കുന്നവരുടെ നേരെ നോക്കിയിരിക്കുക, എന്താ ഈ കാണിക്കുന്ന, കുറെ നേരമായല്ലോ. So he turned to the people who are worshiping. He said, what are you guys doing? It's been so long now. അന്നേരം എല്ലാവരും അങ്ങ് സ്റ്റക്കായി. So people were kind of frozen. അന്നേരം ഉണ്ണിച്ചാൻ ദേഷ്യപ്പെട്ട് പറയാം, ഒരു വഴി ഇട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് മാറി. Make a way. So everybody moved and made a way to the demon possessed. അന്നേരം ഭൂതത്തെ തൊണ്ണി ചുണ്ടിച്ച പറയാം, വഴി കിടപ്പുണ്ട്, പൊക്കോളാൻ പറഞ്ഞു. So he made a way and he told the demon, hey, here is the way, get out. അന്നേരം പോയി. Immediately the demon left. അന്നേരം പോകാത്തതിന്റെ കാര്യം എന്നാ? The reason why the demon did not leave, വഴിയില്ലാത്തോണ്ടാ. there's no way for him to go. 12 ദിവസമായിട്ട് ആരാധിച്ചിട്ടും ഒന്ന് പറഞ്ഞു, രണ്ടാമത്തേന് ഭാര്യയോട് പറയുന്നത്, ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, എൻ്റെ വല്യപ്പൻ്റെ മുൻകോപം എനിക്കുണ്ട്.
Having spent the last 12 days in fasting prayer, don't be telling your wife, don't make me angry. You have no idea who my grandfather was. He was just an angry man. അങ്ങേര് പെന്തിക്കോസ് ഹോളിൻ്റെ അകം പോയിട്ട് കള്ളുഷാപ്പ് മാത്രം കണ്ട മനുഷ്യനാ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടെന്നും നിങ്ങൾ അവകാശപ്പെട്ട ഭൂതം പോകുമോ? If you were to claim that you had the same nature of your grandfather who was never a follower of Jesus Christ, he was probably an alcoholic, and then you claim that you have his nature, do you think the demon is going to go? എൻ്റെ പ്രിയപ്പെട്ടവരെ, വഴി കൊടുക്കണം. People of God, make a way. വഴി കൊടുത്താൽ നാം പോലും അറിയാതെ നമ്മുടെ കുറെ ജഡസ്വഭാവങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോകും. Just make a way, even without us knowing, some of our fleshly passions and desires would actually exit us. ഈ ജഡസ്വഭാവം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അഭിമാനമാണെന്നൊന്നും പറയരുത് കേട്ടോ. And don't say holding on to some of these fleshly passions and desires. Don't think it's a matter of pride. അയ്യോ, മുൻകോപം ഒരു അഭിമാനമാണോ? Some people think just being angry is something good. പ്രൈഡ് ഒരു അഭിമാനമാണോ? Is pride something good? ജലസി ഒരു അഭിമാനമാണോ? Is jealousy something good? ഇതൊക്കെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് ഇതിനൊക്കെ പോകാൻ വഴി കൊടുത്തേക്കണം. And I say in the fasting prayer time you should make an opportunity for these to go and leave us. ഞാൻ പറഞ്ഞത് സത്യത്തിൽ പേടിച്ചല്ല ആരാധിക്കേണ്ടത്. What I'm trying to say is that we shouldn't be worshipping out of fear. ഈ പേടി വരുമ്പോൾ ചൊല്ലുന്ന ഒരു സങ്കീർത്തനം ഉണ്ടല്ലോ, ഇവിടെ അത് തന്നെയാണോ? So when we scared, we recite a particular psalm. എന്താ ഈ 91 ഇത്രയും പേടി? Why people like Psalm 91 a lot? അച്ഛാ, ഇത് 90ന്റെ അടുക്കലായി കിടക്കുന്നേ. Because it's closer to 90. ഞാനും അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ ഒരു കുടവും ഇല്ലാത്തവൻ്റെ അടുക്ക വന്നിരുന്ന് ആരാധിക്കരുത്. ദൈവത്തെ ആരാധിക്കുകയാണ് ഇച്ചിരി ജീവനോടെ ദൈവത്തെ ചുമ്മാതെ കമൻറ്റും പറഞ്ഞ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അങ്ങനെയുള്ളവരുടെ അടുക്ക വന്നിരിക്കുക ചെയ്യരുത്. അത് തന്നെ ഒരു കെട്ട. വന്നിരിക്കുകയാണെങ്കിൽ നല്ല ജീവനോടെ ദൈവത്തെ ആരാധിക്കുന്നവരുടെ അടുക്കലെ വന്നിരിക്കുക. I'm just encouraging you, don't sit near to somebody who is negative about everything, who does not worship. Just don't sit next to that person. Sit next to somebody who truly worship God, who is engaged in worship service. ഈ 91 സത്യത്തിൽ പേടി എന്നുള്ള ഒരു സങ്കീർത്തനം അല്ല. Actually, Psalm 91 is not a psalm that we should be saying when we are fearful. അത് സ്നേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ്. It is a response of love. ഞാൻ ഉപദേശപശകൊന്നുമല്ല പറയുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, മോശയുമായിട്ട് ബന്ധപ്പെട്ട 91 നമ്മളെല്ലാവരും കാണുന്നത്. We always kind of relate Psalms 91 with Moses. അങ്ങനെ ബന്ധിപ്പിക്കാൻ ഒരു കാരണം, and there's a reason why we connect that. 91 ഹെഡിങ് ഇല്ല. 90 അടുത്ത് കിടക്കുന്നത് കൊണ്ട് 90 എഴുതിയ ആള് തന്നെ 91 എഴുതിയെന്നാണ് നമ്മൾ അങ്ങ് ചിന്തിക്കുന്നത്. So because it is sitting, it is positioned next to Psalms 90, and since the person who wrote 90 is probably the author of 91, that's why we conclude. പക്ഷേ എനിക്ക് ഈ സങ്കീർത്തനം മോശയെക്കാട്ടിൽ ദാവീദിനോട് ബന്ധിപ്പിക്കാനാ ഇഷ്ടം. But I, for some reason, would like to connect Psalms 91 to David than to Moses. അങ്ങനെ യഹൂദ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന ചില റബിമാരും ഇതിനെ ദാവീദുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. There are some of the moral teachers of Jewish rabbis, some of the rabbis, actually they connect Psalms 91 to David. അങ്ങനെ ബന്ധിപ്പിക്കാൻ ഒരു കാരണം, the reason for that, യഹൂദന്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായാൽ, when a child is born in a Jewish family, അതൊരു ആൺകുഞ്ഞാണെങ്കിൽ, if that is a male child, അവർ ആ കുഞ്ഞിനെ ന്യായപ്രമാണം പഠിപ്പിക്കും. they will teach the child the law. നമുക്കറിയാം 5-6 വയസ്സിൽ തുടങ്ങുന്നത് 13 വയസ്സിനകത്ത് പൂർത്തീകരിക്കും. What they start around the age of 5 or 6 will continue until age 13. അവനൊരു പദവി കിട്ടും, ന്യായപ്രമാണത്തിന്റെ പുത്രൻ. And he will be known as a son of the law. ഈ യേശുവിന് അങ്ങനെ ഒരു പദവി കിട്ടിയായിരുന്നു. And I believe Jesus has received such a title. അപ്പോൾ ന്യായപ്രമാണം പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ ദൈവം എൽ ഷദായി ആണെന്ന് ഈ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത് അപ്പന്റെ ഉത്തരവാദിത്തമാണ്. So when they begin to teach the law to their children, the early part of their study, it's a responsibility of the father to teach the child that God is El Shaddai, means God is all powerful. അതിനുശേഷം പിന്നെ അറിവുള്ള ശാസ്ത്രിമാർ പഠിപ്പിക്കും.
After that, the scholars or the rabbis who knows things teach us. പഠനമെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. And they finish the teaching, their studies. പഠനമെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പം Once they finish their studies, ഇവരൊരു വലിയ ഇവന്റ് നടത്തും. they will have a big event. They'll hold a big event. ആ ഇവന്റിനകത്ത് അപ്പനും മോനും കൂടെ സ്റ്റേജിൽ കയറും. In that event, the father and the son come to പഠിപ്പിച്ച the stage. ശാസ്ത്രിമാർ കാണും, കൂടെ പഠിച്ചവർ കാണും, ബന്ധുക്കൾ The കാണും. classmates, the relatives, and the other rabbis, teachers, they all be there. എല്ലാവരും നിൽക്കുമ്പം In the presence of all these people, അപ്പൻ മോനോട് പറയും, നീ പഠിച്ച ദൈവത്തെക്കുറിച്ച് പറയാൻ പറയും. so the father would ask the son, come on son, tell about the God that you learned. ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ And as you begin talking about the character, the nature of God, ആളുകൾ അവനോട് ചോദ്യങ്ങൾ ചോദിക്കും. people will ask him questions. ചോദ്യങ്ങൾക്ക് അവൻ തെളിമയോടെ ഉത്തരം പറയും. And he will give clear answer. ഉത്തരങ്ങൾക്കനുസരിച്ച് അവരവന് സമ്മാനം കൊടുക്കും. And based on the kind of answer he gives, people give him gifts and prize. ഒടുവിൽ ഒരു വലിയ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചേച്ച് അവർ പിരിയും. Finally, there'll be a banquet and they'll go. അങ്ങനെ ദാവീദ് എന്ന് പറയുന്ന ഒരു അപ്പൻ, The father called David. മോനുണ്ടായി, ശലോമോൻ എന്നാ പേര്. There's a son by the name Solomon. ന്യായപ്രമാണം എൽഷദായിയായ ദൈവം ഇതൊക്കെ അപ്പൻ ആദ്യം മോന് പറഞ്ഞു കൊടുത്തു. And I believe the father taught his son about this God called El Shaddai to his son. പിന്നെ പഠനം പൂർത്തീകരിക്കപ്പെട്ടു. And then eventually the study comes to a completion. പഠനമെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പം Once the study comes to a completion, ഞാൻ പറഞ്ഞ ഈ ഫംഗ്ഷൻ നടക്കുകയാണ്. and this function takes place, അപ്പനും മോനും കൂടെ സ്റ്റേജിൽ നിൽക്കുക. father and the son standing in the stage. മോനെ നോക്കിക്കൊണ്ട്, ആളുകളെ നോക്കിക്കൊണ്ട്, രാജസദസ്സിനെ നോക്കിക്കൊണ്ട് അപ്പൻ ഉറക്കെ പറഞ്ഞു 91 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം, എടാ മോനെ ശലോമോനെ, അത്യുന്നതനായ ഒരു ദൈവമുണ്ടാ. ഇന്നലെ എൻ്റെ ജീവിതത്തിൻ്റെ നേരെ വെയിലുകളൊക്കെ ആഞ്ഞടിച്ചപ്പം എനിക്ക് തണല് തന്ന അത്യുന്നതനായൊരു ദൈവം. And all of the people are watching him. David must have told the son, I want to talk about God, the El Shaddai, the all-powerful God, mighty God, who has been a shelter for me as I went through difficult times in my life. എല്ലാവരും കൂടെ ആ വാക്യം ഒന്ന് ഉറക്കെ പറയാവോ? Can we all say that verse together? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും പറ, Those who live in the shelter of the Most High സർവശക്തന്റെ നിഴലിൻ കീഴിൽ find rest in the shadow of the Almighty. 91 ദാവീദ് പറഞ്ഞപ്പം, When David said this in verse 1 of Psalm 91, രണ്ടാമത്തെ വാക്യം ശലോമോൻ പറയാ, അപ്പം പറഞ്ഞ ഈ അത്യുന്നതനായ ദൈവമില്ലേ, ഈ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയും, എൻ്റെ ദൈവമാണ്, എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്. when Father said verse number 1 saying that God is my most high and He is the Almighty, the Son would respond saying, Solomon would say, I declare about, he said, He is my refuge, my place of safety, He is my God and I trust Him. ഇവിടെ ഇരിക്കുന്ന അപ്പനോടും അമ്മയോടും ഞാൻ പറയാം, Let me talk to the father and the mother here. നിങ്ങളൊരപ്പനും അമ്മയാണെങ്കിൽ യോഗത്തിന് വന്ന് അനങ്ങാതിരിക്കരുത്. നിങ്ങളൊരപ്പനും അമ്മയുമാണെങ്കിൽ യോഗത്തിന് വന്ന് ഉറക്കെ പറയണം, എൻ്റെ ദൈവം അത്യുന്നതനാണെന്ന് ഉറക്കെ പറയണം. When you come to the worship service, don't be silent, sit like a stone. You should be saying, God is most high in my life and He is almighty in my life. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ കോട്ടുവാവിട്ടുകൊണ്ടിരുന്നാൽ, നിങ്ങളുടെ സഭായോഗത്തിൽ നിങ്ങൾ വന്നിരുന്ന് എണ്ണമറ്റ കോട്ടുവാവിട്ടുകൊണ്ടിരുന്നാൽ, നിങ്ങളുടെ തലമുറ എങ്ങനെ പറയും ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന് എങ്ങനെ പറയും? അതുകൊണ്ട് നിങ്ങൾ ഉറക്കെ പറയണം, ഈ ദൈവം അത്യുന്നതനാണെന്ന് ഉറക്കെ പറയണം. So don't be coming to church and sitting idle, yawning. And if you do that, how can your children say, the Lord is my refuge and my safety? Yes, ദൈവം അത്യുന്നതനാണെന്ന് ദാവീദ് പറഞ്ഞപ്പോൾ ശലോമോൻ പറയാ, എൻ്റെ ദൈവം എൻ്റെ സങ്കേതമാണെന്ന്. When David said God is my most high, Solomon is saying He is my refuge. അപ്പം ദാവീദ് പറയാം 3 മുതൽ, എടാ നീ പറഞ്ഞില്ലേടാ ദൈവം നിന്റെ സങ്കേതമാണ്, അതുകൊണ്ട് he said God is your refuge. 3 മുതൽ 8
വരെ ദാവീദ് പറയാ. From 3 to 8, David is saying, കുഞ്ഞതി പറഞ്ഞില്ലടാ ദൈവം നിന്റെ you സങ്കേതമാണ്. told me that Lord is your refuge, son. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. But let me tell you something, son. അവൻ നിന്നെ ഒന്ന് ചേർന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. For he will rescue you from നാവ് every തുറന്ന് trap. പറയച്ചാ And അവൻ protect നിന്നെ you from every വേട്ടക്കാരന്റെ deadly കണിയിൽ നിന്നും diseases. നാശകരമായ മഹാമാരിയിൽ നിന്ന് He will cover you with വിടുവിക്കും. his feathers. തൂവലുകൊണ്ട് അവൻ നിന്നെ He will shelter മറയ്ക്കും. you with his wings. അവന്റെ ചിറകിന്റെ His faithful നിഴലിൽ promises ശരണം are പ്രാപിക്കും. your armor and അവന്റെ protection. വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായിരിക്കും. രാത്രിയിലെ be ഭയത്തെയും afraid of the പകൽ terrors പറക്കുന്ന of the അസ്ത്രത്തെ night, ഇരുട്ടി nor the സഞ്ചരിക്കുന്ന arrow that മഹാമാരിയെ flies in the day. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന Do not dread the സുഖാനത്തെ disease that നിനക്ക് stalks in പേടിക്കാനില്ല. darkness, നിന്റെ nor the വശത്ത് 1000 പേരും നിന്റെ disaster വലതുവശത്ത് that 10,000 പേര് Thousands വീഴും. will fall on your അവയൊന്നും side. നിന്നോട് അടുത്തു വരികയില്ല. 10,000 on your നിന്റെ right കണ്ണുകൊണ്ട് തന്നെ നിന്റെ Let ശത്രുക്കൾ open your വരുന്ന eyes. അനർത്ഥം നീ All നോക്കി the കാണും. wicked are punished. ശബാരാധനാര. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയാനാ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. We have come to declare this children of അത് God. പാട്ടിലൂടാണേലും പ്രസംഗത്തിലൂടാണേലും പ്രാർത്ഥനയിലൂടാണേലും ഫ്ലോറിലുള്ള ദൈവമക്കൾ ഉറക്കെ പറയണം, എന്റെ ദൈവത്തിന് തുല്യൻ ആരുമില്ല, എന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. Whether it's through singing, whether it's through prayer, whether it's through testimony, you the people in Florida need to declare, say, there is none like my God. Yes, എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറക്കെ How many പറയാൻ of you can പറ്റും? say it loud? എന്റെ യേശുവിനെ പോലെ ആരുമില്ലെന്ന് ഉറക്കെ പറയാൻ There is പറ്റുന്ന, none like my Jesus. എന്റെ ദൈവത്തിന് തുല്യൻ ആരുമില്ലെന്ന് പറയാൻ None equal പറ്റുന്ന, to my Jesus. എനിക്കിന്ന് രാത്രി നിങ്ങളോട് ഉറക്കെ പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ യേശുവിന് തുല്യൻ ആരുമില്ല. I can tell you loudly, clearly tonight, there is none equal to my God, to my Jesus. ഒന്നാം വാക്യം ദാവീദ് പറഞ്ഞു, First verse, David said. രണ്ടാം വാക്യം ശലോമോൻ പറഞ്ഞു, Solomon responded in verse number 3 2. മുതൽ 8 വരെയുള്ള വാക്യം ദാവീദ് പറഞ്ഞു. 3 to 8, David said. 9 വാക്യം Verse 9. എന്താ 9 വാക്യം? What is verse 9? യഹോവേ അങ്ങന്റെ സങ്കേതമാകുന്നു. Lord, you are my refuge. ആര് പറഞ്ഞു? Who said? ശലോമോൻ പറഞ്ഞു. Solomon said. അപ്പൊ അപ്പനും അമ്മയും ദൈവം അത്യുന്നതനാണെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പൊട്ടു പുറകെ വന്ന് പറയും, ഈ ദൈവം എന്റെ സങ്കേതമാണെന്ന് The പറയും. father and the mother would come and declare the Lord is most high. Sure, your children will follow and they will say that God, Dad, is my refuge. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണരാനുള്ള വഴി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്നേഹിക്കാനുള്ള വഴി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ ആരാധിക്കാനുള്ള വഴി, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. If you want to see your children revived, if you want to see children experience life, then the best thing for you to declare who God is. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാം വാക്യം ദാവീദ് പറഞ്ഞു. David said the first verse. രണ്ടാം വാക്യം ശലോമോൻ പറഞ്ഞു. Second verse, Solomon said. 3 മുതൽ 8 വരെ ദാവീദ് 3 പറഞ്ഞു. to 8, David said. 9 വാക്യം ശലോമോൻ പറഞ്ഞു. Solomon said verse 9. 10 മുതൽ 13. So 10 through 13. ആരാ പറയുന്നത്? Who is saying? ദാവീദ് പറയാ, David is saying. എടാ കുഞ്ഞു, നീ പറഞ്ഞില്ലടാ ദൈവം നിന്റെ സങ്കേതമാണ്. You said God is your refuge, son. അതുകൊണ്ട് ഞാൻ നിന്നോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. Let me emphatically say something to you. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. No evil will conquer you. വരത്തില്ലെന്നല്ല, Not that they won't come. പറ പ്രിയപ്പെട്ടവരെ, Come on, tell people. വന്നാലും ഭവിക്കത്തില്ല. Even if they come, they will not conquer you. അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ How many of you can say it from your heart? ഒത്തിരി പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നില്ലേ? Did you not face many ഒത്തിരി evils in your പോരാട്ടങ്ങൾ life? ജീവിതത്തിൽ വന്നില്ലേ? Did you not face many obstacles? 50 വർഷമൊക്കെ ഈ നാട്ടിൽ ജീവിച്ച ചില അപ്പന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അന്ന് വന്നതൊക്കെ ഭവിച്ചിരുന്നെങ്കിൽ ഇന്നും നമ്മൾ ജീവനോടെ കാണുമായിരുന്നു. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, വന്നതൊന്നും ഭവിക്കാൻ ദൈവം സമ്മതിച്ചില്ല. Those of you here for 50 years, 40 years, so many things you have encountered. If all those things have come and fell upon you and conquered you, you wouldn't be sitting here in this place. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിലെടുക്കയില്ല. No evil conquer you. No plague will come near your home. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് He will order his angels to protect you wherever you go. നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കാൻ They will hold you up in their hands so that you won't even hurt your foot on a stone. അവർ നിന്നെ കൈകളിൽ വഹിക്കും. They will hold you in their hands. ദൂതന്റെ സംരക്ഷണം
You will have the angelic assistant. എത്ര പേര് ഇന്ന് രാത്രി How many വിശ്വസിക്കുന്നു? of you believe the angelic assistant? ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കുന്നവനോട് ഞാൻ ഇന്ന് രാത്രി ഉറക്കെ പറയുക, ദൂതന്മാരുടെ സംരക്ഷണം നിനക്ക് വേണ്ടി ഒരുക്കാൻ ഈ ദൈവം. I want to tell you, all those who truly worship God, God will definitely appoint angels to watch over you. എനിക്കറിയാം ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഈ വന്നതുപോലെ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഉള്ളു തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ചില ദൈവമക്കളെ ഞാൻ ഇതിനകത്ത് കാണുക. I see some of you truly worshiping from the heart. You are not just sitting the way you came. ഈ രാത്രി ദൈവദൂതന്മാരുടെ സംരക്ഷണം നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഒരുക്കുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. Come on, if you truly believe that God will definitely appoint His angels to watch over you, come on, begin to give God praise tonight. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചെന്നിടത്തെല്ലാം ദൂതനെ കണ്ടിട്ടില്ല. I did not see angels wherever I went. ഞാൻ പ്രസംഗിച്ചിടത്തെല്ലാം ദൂതനെ കണ്ടിട്ടില്ല. Wherever I preach, I did not see angels with പക്ഷേ my eyes. എൻ്റെ ദൈവം എന്നോട് ദൂതൻ ഇറങ്ങുന്നുവെന്ന് പറഞ്ഞിടത്തെല്ലാം ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വിടുവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Wherever my God has told me that the angels will descend for you, I have seen angels coming down and delivering people. ഇന്ന് രാത്രി സ്വർഗ്ഗം ദൂതനെ ഇറക്കുന്ന രാത്രിയാ. Tonight is a night where heaven sent the angel. ഈ രാത്രി ചിലർക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് ആമേൻ പറഞ്ഞ് പ്രതികരിക്കുന്ന എത്ര ദൈവമക്കൾ If I ഇതിനകത്ത് were to say angels will come down for you tonight, if God can send it, how many of you truly believe it from your heart tonight? നമുക്കൊരു ധാരണയുണ്ട്. We have a kind of an understanding. അനുകൂലമായ സാഹചര്യത്തിൽ മാത്രമേ ദൂതൻ ഇറങ്ങത്തുള്ളൂ. The angel will show up only in favorable situations. ഒരിക്കലുമല്ല. Definitely that's not the way it works. ഒരു സാധ്യതയില്ലാത്ത പ്രതികൂലത്തിന്റെ നടുവിലും ദൂതൻ. When there is no possibility and everything is hostile and against you. ഈ പ്രാർത്ഥന നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കുന്ന പ്രാർത്ഥന. This fasting prayer is a season where God is sending His angels for you. എനിക്കറിയാവുന്ന ഒരു കർത്തൃദാസ കുടുംബം. There's a man of God that I know, a family. കുന്നംകുളത്ത. They are in a place called Kundangulam in Kerala. 3 ദിവസമായിട്ട് പട്ടിണി കിടക്കുക. 3 days they are actually hungry. They had no food. കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞി കിട്ടുന്നുണ്ട്, അതുങ്ങളെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. The children, they go to school, and from the school they get a little lunch from there. ആ ദൈവദാസൻ ട്രാക്റ്റുമായിട്ട് ഇങ്ങനെ പോയിരിക്കും. The man of God actually goes with tracts. 3-ാമത്തെ ദിവസവും പട്ടിണിയിൽ വെള്ളം അരി തിളപ്പിക്കാനായിട്ട് ആ അമ്മ അടുപ്പത്ത് വെച്ചു. And even 3rd day, by faith, they put some water on the stove. ഉപവാസമല്ല, പട്ടിണിയാ. Not fasting, they are simply hungry. ഈ കർത്താവിനോട് അങ്ങ് സങ്കടം കൊണ്ട് അലറിക്കരഞ്ഞു ചോദിച്ചു, കർത്താവ് ഇവിടെ അരിയില്ല, മല്ലിയില്ല, മുളകില്ല, ഉപ്പില്ല, അങ്ങിതൊന്നും കാണുന്നില്ലേ? And the 3rd day, you couldn't contain it and say, Lord, we have nothing here. Don't you see it, God? പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പം And once the prayer got over, മുറ്റത്തൊരു 5 കിലോ അരി അതിൻ്റെ സാധനങ്ങൾ ഇരിക്കുന്നു. right in front of the porch, they saw 5 kilograms of rice and everything they needed. നിങ്ങൾ സ്വോത്രം പറഞ്ഞ പോലെ അവർ ഉറക്കെ സ്വോത്രം പറഞ്ഞു. And as he said, as she shouted, praise the Lord, they shouted, praise the Lord so loud. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ നിരീശ്വരവാദിയായ മനുഷ്യൻ വന്നേച്ച് പറഞ്ഞു. And this atheist who is the atheist neighbor, he came and said, hello, ഇതിനകത്ത് നിങ്ങളുടെ ദൈവത്തെ കൂട്ടുപിടിക്കൊന്നും വേണ്ട. don't bring your God here into this thing. അങ്ങേർക്ക് ഒരു കഴിവില്ല. Your God is useless, weak. അത് തെളിയിക്കാൻ ഞാൻ ചെയ്ത പരിപാടിയായത്. And I did this to prove it. നിങ്ങൾ ഇവിടെ കിടന്ന് അലറി കൂവി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ വീട്ടിൽ ആഹാരമില്ല. When you were crying loud, I the neighbor heard it, and I understood you had no food here. നിങ്ങളുടെ ദൈവത്തിന് കഴിവില്ലെന്ന് തെളിയിക്കാൻ I wanted to prove that your God is powerless. ഞാൻ മേടിച്ചോണ്ട് വന്ന സാധനം I bought these things here for you. ഇന്നാ ബില്ലിന്നാ. Here is the bill. ബില്ല് കൊടുത്തപ്പോൾ പുള്ളിക്കാരത്തി 2 സ്വോത്രം കൂടെ പറഞ്ഞു. And when she gave the bill and he gave the bill, she said 2 more, praise the Lord. അപ്പോൾ പുള്ളി വെച്ച് ഇനി എന്നാത്തിനാ കിടന്ന് Why are you still praising your God? അപ്പം പുള്ളിക്കാരത്തി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അങ്ങ് ആരെ കൊണ്ടുപോലൊക്കെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, ഈ മുതുപിശാചിനെ കൊണ്ട് പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. She said, Lord, I knew that you would use any person, but I never dreamed in my wildest dream that you would use this demon to bring me food. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തല്ല
സ്വർഗ്ഗം അത്ഭുതം ചെയ്യുന്നത്. I tell you, heaven will perform miracles where you don't expect coming from that corner. ഇത് അറ്റ്മോസ്ഫിയർ മാറുന്ന പ്രാർത്ഥന. This is a prayer that changes the atmosphere. സഭയുടെ അന്തരീക്ഷം മാറാൻ പോകുന്നു. Changes the atmosphere of the church. കുടുംബങ്ങളുടെ അന്തരീക്ഷം മാറാൻ പോകുന്നു. God will transform the atmosphere of the home. ഇതിനകത്ത് ഒരു വലിയ റിവൈവൽ നടക്കാൻ പോകുകയാണ്. God is about to send a revival into the എത്ര church. പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? How many of you believe that tonight? ആ കരമൊക്കെ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. And make him say, praise the Lord tonight. ഒന്നാം വാക്യം ദാവീദ് പറഞ്ഞു. David said the first verse. രണ്ടാം വാക്യം ശലോമോൻ പറഞ്ഞു. Second verse Solomon said. 3 മുതൽ 8 വരെ ദാവീദ് 3 through 8 Solomon said. ഒമ്പതാം വാക്യം ദാവീദ് പറഞ്ഞു. 9 verse David said. 10 മുതൽ 13 വരെ ദാവീദ് പറഞ്ഞു. 10 to 13 David said. 14 15 16 14 15 16. എന്താ വാക്യം? 14 15 16. എന്താ വാക്യം? ഉറക്കെ പറ. അവനെന്നോട് പറ്റിയിരിക്കുക, ഞാനവനെ വിടുവിക്കും. എൻ്റെ നാമത്തെ അറിയാം, ഞാനവനെ ഉയർത്തും. എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാനവന് ഉത്തരവരുളും. ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാനവന്. I will rescue those who love me. I will protect those who trust in my name. When they call on me, I will answer. I will be with them in trouble. I will rescue and honor him. I will reward them with a long life and give them my salvation. ആരാ പറഞ്ഞത്? Who is speaking? ആരാ പറയുന്നത്? Who is speaking? ഉറക്കെ പറ. ആരാ? Come on, say loud. തുടങ്ങിയത് ഫിനോയ് പാസ്റ്റർ. I started. Finoy pastor started. ഇടയ്ക്ക് ജേക്കബ് മാത്യൂസ് സാറാ And in പറഞ്ഞു. between Jacob Matthews പിന്നെ said. അനീസ് തോമസ് ആ Anis പ്രസംഗിച്ചത്. Thomas preached. പക്ഷെ സ്നേഹിച്ച് ദൈവത്തെ ഒരുത്തൻ ആരാധിക്കുമ്പോ, But when someone truly loves God and worship, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ഒരുത്തൻ ആരാധിക്കുമ്പോ, when you truly with their heart worship തന്നെ him, തന്നെ മറന്നൊരു ദൈവമേ ദൈവവും പോലെ when you കുമ്പിടുമ്പോ, forget yourself and bow down before God, ആരാധനയ്ക്ക് ആമേൻ who പറയുന്നറിയാമോ? is going to say amen to that person? മനുഷ്യനല്ല പറയുന്നത്. Not humans. ഓ റബ എനിക്കറിയാം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ചില ദൈവമക്കളുടെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾക്ക് ആമേൻ പറയാൻ ഒരു സ്വർഗം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. Tonight, heaven has come down here to say an amen to the sincere prayer of those who truly worship and seek after God. ദൈവം പറയുകയാ, എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ വിടുവിക്കുമെന്ന്. God said, I will rescue those who love me and stay close to me. ദൈവം പറയുകയാ, എന്റെ നാമത്തെ അറിയുന്നവനെ ഞാൻ ഉയർത്തുമെന്ന്. God said, I will raise those who trust in my name. എടാ, ഒരുത്തനെ ദൈവം ഉയർത്താൻ തുടങ്ങിയ ആർക്കാ അവനെ താഴ്ത്താൻ പറ്റുന്നേ? God decide to raise somebody, lift somebody up, who can bring him down? ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് പറയുകയാ, ക്യാരംസ് ബോർഡിലെ കട്ടയിട്ട് തട്ടുന്നത് പോലെ നിന്നെ ഒരിടത്ത് കൊണ്ട് ഒതുക്കാൻ മനുഷ്യനെല്ലാം കൂടെ നോക്കിയാലും കുഞ്ഞെ ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങിയോ? When the enemy is trying to kick you from place to place, never allow you to be established in any place. ശബാരാധരാധര എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇന്ന് രാത്രി പറയുന്നു, ഉള്ളു തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ചിലരുടെ ചരിത്രത്തെ ഇന്ന് രാത്രി ദൈവം മാറ്റാൻ പോകുകയോ? Holy Spirit is speaking to me tonight. Those of you worshiping from the depth of your heart, God is about to rewrite your history. എൻ്റെ അച്ഛൻ മനുഷ്യൻ ഉയർത്തണ ജാതി നോക്കും. If people to raise you up, they will look at you. They look at your caste. മനുഷ്യൻ ഉയർത്തണ നിങ്ങളുടെ പൈസ നോക്കും. People look at your money. മനുഷ്യൻ ഉയർത്തണ നിങ്ങളുടെ സഭ നോക്കും. To lift you up, they'll ask you for the church you belong to. മനുഷ്യൻ ഉയർത്തണ നിങ്ങളുടെ സൗന്ദര്യം നോക്കും. People to lift you up, they look at your beauty. മനുഷ്യൻ ഉയർത്തണ നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കും. They also look at your education. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, ജാതി നോക്കിയ ഉയർത്തുന്ന ഒരു ദൈവമാണോ? പൈസ നോക്കിയ ഉയർത്തുന്ന ഒരു ദൈവമാണോ? സഭ നോക്കിയ ഉയർത്തുന്ന ഒരു ദൈവമാണോ? അല്ലല്ല, എന്റെ ദൈവം ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ദേശത്തിലെ പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തുന്ന ദൈവം. God doesn't care for which race you belong to, which family you come from. He doesn't look at your education or your money or your background. He lifted the poor from the lowest estate. He make you seated with the rich people. എങ്ങനെ ഈ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? How can you not praise this God? എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും? How can you not praise എങ്ങനെ ഈ this God? ദൈവത്തെ ഉയർത്താതിരിക്കാൻ പറ്റും? How can you not praise this എങ്ങനെ ഈ God? ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ How പറ്റും? can you not worship this God? ഞാനിവിടെ കുറച്ച് അപ്പച്ചന്മാരെ കണ്ടു.
I see some elderly people ഞാൻ here. കുറച്ച് പിതാക്കന്മാരെ ഇവിടെ കണ്ടു. See some fathers here. അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. They shared their experiences. ഉള്ളു തുറന്ന് സന്തോഷിക്കത്തക്ക അനുഭവങ്ങൾ. They have experienced that we can rejoice from our heart. ഒരു പാഴ്സനേജിന്റെ പരിമിതിക്കകത്തൊക്കെ പാസ്റ്റർ മക്കളായി ജീവിച്ചവർ ഇന്ന് ഈ രാജ്യത്തിന്റെ നന്മ അനുഭവിക്കുന്നതിന്റെ കാരണം അവർ പറഞ്ഞു ഒറ്റ കാര്യ, സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കുന്നവന്റെ ചരിത്രത്തെ ദൈവം മാറ്റി കേട്ടോ. Some of you lived in parsonages in little humble beginnings, but I tell you what you're experiencing today is the result of somebody who truly worship from the depth of their heart. ദൈവം പറയാ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തി. God said, because he knows my name, I will lift him up. യെസ്, ദൈവം അത് മാത്രമാണ് ദൈവം പറയാ ഈ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. പിന്നെ പറയാ രക്ഷയെ ഞാൻ അവന് കാണിച്ചു. I will show him my salvation. 30 ലക്ഷം പേരുടെ നടുവിൽ ഒരു വിക്കി പിടിച്ച മനുഷ്യനെ ദൈവം ഉയർത്താൻ തീരുമാനിച്ചു. God decided to lift up a man among 3 million people. അതും വർത്താനം പോലും നേരെ A പറയാൻ. man who could not speak properly, had stuttering. അയാൾ സംസാരിക്കാൻ തുടങ്ങിയ മൊത്തം വിക്ക. And when you begin to speak, no words come out. He only stammer. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു. God told him. എന്തോ പറഞ്ഞു? What did he say? നീ മുന്നിൽ നിൽക്കാൻ പറഞ്ഞു. You go in the front. ഇന്ന് രാത്രി ചിലര് ബലം പിടിച്ച് മുന്നിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ Some people, by force wants to go to be in the front. ആരും പ്രതീക്ഷിക്കാത്ത നിന്നെ ദൈവം മുന്നിൽ കൊണ്ടുവരും. God will bring you without anyone's expectation. Without you expecting, God will bring you to the front. യെസ്, ഒറ്റ കാര്യം, Just one thing. ഒറ്റ കാര്യം. Just one thing. സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കണം. Come on, love God and worship. നിങ്ങളൊന്ന് ലളിതമായിട്ട് ചിന്തിച്ചേ. Just think simply. നിങ്ങളുടെ മാതാപിതാക്കൾ കർത്താവിനെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ നന്മയല്ലേ ഇന്ന് നിങ്ങൾ Are you അനുഭവിക്കുന്നത്? not experiencing all these blessings because your parents, they sincerely loved God and worshipped God? എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നതെന്ന്, എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് പറയാൻ പറ്റാത്ത ആരാ ഇവിടെ ഇരിക്കുന്നത്? Many of you sit here probably can say, it's my mother's prayer, it's my dad's prayer that brought me here. യെസ്, നിങ്ങളുടെ തലമുറ ലളിതമായിട്ട് ഞാനങ്ങ് പറയാം, ഗതി പിടിക്കാനുള്ള പൈസ ഒന്നും അല്ലെന്ന് ഗതി പിടിക്കുന്നത്. When I'm talking about the prosperity and being established by your children, it's not for them having so much of money. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ ഡെഡിക്കേഷന് പോയി. I went to a house dedication. കേരളത്തിലാണ്, പെന്തിക്കോസിൽ നിന്ന് പ്രസംഗിക്കാൻ അവിടെ വിളിച്ചത് എന്നെയാ. And it's from the Pentecostal church. They invited me to preach. മാർത്തോമ ഫാമിലിയാ. It's a Marthamite family. 15 കോടി രൂപയുടെ വീടാ. It's 15 crores. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ പുള്ളിയോട് ചോദിച്ചു, ഇതാണോ കേരളത്തിലെ ഏറ്റവും വലിയ വീട്? I just simply asked him, is this the biggest house in Kerala? അദ്ദേഹം പറഞ്ഞല്ല, ഇതിനെക്കാട്ടി വലിയ ഒത്തിരി വീടുണ്ട്. അങ്ങനെ ഒരു വീട് വയനാട്ടിലുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഉടമസ്ഥൻ ഈ കോവിഡ് കാലത്ത് ആത്മഹത്യ ചെയ്തു. He said there's so many houses. There are many houses more costlier than this. There was one of such house in Wayanad, and during this COVID season, the owner of the house committed suicide. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടൊന്നുമല്ല ഒരാളുടെ ചരിത്രം മാറ്റുന്നത്. It is not the house that changes your history. പക്ഷെ ദൈവം നിന്റെ ചരിത്രം മാറ്റുന്ന ദൈവമാണ്. But God is a God who changes your history. ഇന്ന് രാത്രി എത്ര പേര് കർത്താവിനെ സ്നേഹിക്കുന്നു? How many of you love God tonight? Yes, എനിക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ചോദിക്കാനുള്ള I want to ask you with love from my heart. ഒരഭിനയവുമില്ലാതെ, without any acting, ഒരു മൂടുപടവും ഇല്ല, without any veil. എൻ്റെ കർത്താവിനെ എനിക്ക് സ്നേഹമാണെന്ന് പറയാൻ പറ്റും. I wanted to just love my God. Hallelujah. Hallelujah. എല്ലാ കണ്ണുകളും അടച്ചു. Which every eye എനിക്ക് closed. ഒത്തിരി സന്തോഷമുണ്ട്. I just rejoiced. എൻ്റെ മമ്മിയുടെ ആങ്ങളുടെ മോനും കുടുംബവും ഒക്കെ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. My mom's brother's son and his family is here tonight. അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരമ്മയായിരുന്നു. His mother was a praying woman. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന She would pray for hours. ഏത് മാതാപിതാക്കൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണോ Any family, any parents that would really cry unto God, തലമുറയുടെ ചരിത്രം
ചരിത്രം ദൈവം മാറ്റി. God changes the history of the children. അത് ഭൗതിക ചരിത്രം മാത്രമൊന്നുമല്ല, Not just in physical sense. ആത്മിക ചരിത്രങ്ങളെ ദൈവം മാറ്റി. God will rewrite even your spiritual history. ഇന്ന് രാത്രി എത്ര പേര് ഉള്ളു തുറന്നു പറയും? How many of you would open your heart truly and say, ഇത്രയും പ്രസംഗിച്ചിട്ട് ഇപ്പോഴും ഇരുന്ന് കോട്ടുവാവിടുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. I know there are people, in spite of hearing all these messages, they say, I see some of you sit here and yawn, simply yawn. അവർക്ക് ഇതൊരു ഒരു 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 അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണ്. For some of them, it is simply like a ritual. പക്ഷേ ഇന്ന് അതിനപ്പുറത്ത് But beyond that, എൻ്റെ കർത്താവിനോട് എനിക്ക് സ്നേഹവാ പാസ്റ്റർ എന്ന് പറയാൻ പറ്റുന്നു. Pastor, I truly love my Lord. എത്ര പേർക്ക് ഇന്ന് രാത്രി How many of you can say, I truly love my God? കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു പാസ്റ്റർ എന്ന് പറയാം. Pastor, I truly love my Jesus. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, Not to show to എൻ്റെ anybody. കർത്താവിനോട് എനിക്ക് സ്നേഹമാണെന്ന് തുറന്നു I പറയാൻ simply love my Jesus. ആ രണ്ട് കരം ഒന്ന് ഉയർത്തി Will you lift that hand up? യേശുവേ എന്ന് ഉറക്കെ വിളിച്ചേ. Jesus. ഇന്ന് രാത്രി കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടറിലേക്ക് വന്നേ. Come to an encounter with നമ്മൾ Jesus. അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മളെ സ്നേഹിച്ചതാ. We didn't love him, but he loved us. ഓ രബ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ഇന്ന് രാത്രി ചില ഭാരങ്ങളെ ദൈവം എടുത്തു മാറ്റുകയാ. All those who labor and burden, you come to me. I will remove your ചില burden. കുടുംബങ്ങൾ ഈ രാത്രി സ്വതന്ത്രമായി Some of the കൊണ്ടിരിക്കുക. families are going to be ചില delivered. തലമുറകൾ ഈ രാത്രി സ്വതന്ത്രമായി Some of the കൊണ്ടിരിക്കുക. children are going to be ചില delivered. കുടുംബങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവ് Holy തൊട്ടുകൊണ്ടിരിക്കുക. Spirit touching some families. എല്ലാവരും ദൈവത്തോട് സംസാരിച്ചാട്ട്. Come on, everybody, speak to എങ്ങനെ God. വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. Anywhere you can, anywhere you എഴുന്നേക്കണമെങ്കിൽ want to എഴുന്നേക്കാം, മുട്ടുകുത്തണം മുട്ടുകുത്ത, കരയണമെങ്കിൽ കരയണം. ഓ, ശബര. ഇത് ദൈവാത്മാവിന്റെ രാത്രിയാ. Tonight is the night of the Holy ഇന്ന് രാത്രി ചില കെട്ടുകളെ ദൈവം പൊട്ടിക്കുക. God is breaking some cords tonight. ചില യോക്കുകൾ ഈ രാത്രി പൊട്ടി മാറുന്നത് ഞാൻ കാണുക. ഇനി നീ കെട്ടപ്പെട്ടവനല്ല, ഇനി നീ കെട്ടപ്പെട്ടവനല്ല, നിന്റെ കുടുംബം കെട്ടപ്പെട്ടതല്ല, നിന്റെ തലമുറ കെട്ടപ്പെട്ടതല്ല. You are no longer a bound family, a bound individual. ഉപവാസ പ്രാർത്ഥനയുടെ ഈ രാത്രി ചില കെട്ടുകളെ കരിച്ചു മാറ്റുന്ന ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നതിന്, റിവീൽ ചെയ്യുന്നതിന് അറിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. If you recognize the power of God that is being released into this place, ഇപ്പൊ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് ശക്തമായിട്ട് ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെടുകയാ. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് യൂത്താതെ ചുട്ടുകളഞ്ഞ് യുദ്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന രാത്രിയായത്. tonight is a night that he breaks the bow, he brings down everything, he stops the wars in your life. ദൈവത്തോട് സംസാരിച്ചു, Deliverance. ദൈവത്തോട് സംസാരിച്ചു.